നീ സത്യമാണോ പറയുന്നത്? ടീച്ചറാണോ മാഷിനെ പൂട്ടിയിട്ട്? നീ വിഷമിക്കേണ്ട ജോ, നമുക്ക് പ്രിൻസിപ്പലിനോട് ഒന്നുകൂടെ സംസാരിക്കാം. എന്തിന്? എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ മാഷിനെ രക്ഷിക്കാനായല്ലോ. പിന്നെ സസ്പെൻഷൻ, അത് വെറും 10 ദിവസം. ഞാൻ നിനക്ക് സസ്പെൻഷൻ ഒരു ഡിസ്മിസൽ ആക്കി തരും. കോളേജിൽ നിന്ന് മാത്രമല്ല, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ. കൊട്ടാരം വീട്ടിലെ ബാലചന്ദ്രനും നിന്റെ ചിറ്റയും പ്രണയത്തിലായിരുന്നു. അവർക്ക് ഒന്നിക്കാനായില്ല. എന്നാൽ അവർക്ക് സാധിക്കാതെ പോയത് നിന്നിലൂടെ, വിനയനിലൂടെ സംഭവിക്കും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. രാധമ്മോ, എന്താ മനുഷ്യ? കേട്ടോ നീയെ? നിർമ്മലാമ്മ കൊട്ടാരം വീട്ടിലേക്ക് വരണോന്ന്. വരട്ടെ, വരണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ല, വിനയം കുഞ്ഞും വരണുണ്ടോ? വിനയ കുഞ്ഞിന്റെ നിർബന്ധം അത്ര ഇവിടെ താമസിക്കണമെന്ന്. എന്തൊക്കെയുണ്ട് രാഘവ? അങ്ങനെ പോണു തമ്പുരാട്ടി. ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നേ. എന്ന പണി നടക്കട്ടെ. എന്താ രാധേ, സുഖല്ലേ? ഓ, പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ നിർമ്മല അമ്മയ്ക്ക്. വാ, ഞാൻ ചായ എടുക്കാം. വാ. അല്ല, ഉടനെ പോവോ? തീരുമാനിച്ചിട്ടില്ല. ബാലൻകുട്ടി എന്നെ ആരാന്ന്? ഞാൻ സുധ. എന്നാലും ഈ അമ്മയുടെ ഒരു കാര്യം. ഈശ്വര, ഇങ്ങനുണ്ടാവും ഒരു സാമ്യം? ഒരു മറുകിന്റെ കുറവേ ഉള്ളൂ അവൾക്ക്. എന്റെ അച്ഛന് നല്ല സൗന്ദര്യ ബോധമുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അയ്യേ, നാണമില്ലേ നിനക്ക് സ്വന്തം അച്ഛനെ പറ്റി? എന്തിന്? ഈ നിലാവില്, ഈ വലിയ വീട്ടില് ജീവിതം ഇങ്ങനെ ഒഴുക്കി നടക്കല്ലേ. ഇളം കാറ്റില്. എനിക്ക് ഉറക്കം വരുന്നു. അച്ഛന്റെ മോൻ തന്നെ. ടീച്ചറെ, എന്തു പറ്റി ടീച്ചറെ? ഒന്നുമില്ല. ഞാൻ കൊട്ടാരം വീട്ടിലേക്ക് ഇറങ്ങിയതാ. പക്ഷേ വന്നു പെട്ടത് ഇവിടെയാ. നിർമ്മലാന്റി മരിച്ചിട്ടും ടീച്ചർ വന്നില്ലാലോ എന്ന് ഞാനും ചിന്തിച്ചതാ. അത് മനസ്സിനൊരു വിഷമം. വരാൻ തോന്നിയില്ല. എന്താ ടീച്ചറെ? എന്റെ ഒരു വാക്കില വിനയൻ ഇവിടെ വന്നത്. വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുത്തതുപോലെയായി. അതൊക്കെ ടീച്ചറുടെ വെറും തോന്നല. എന്നാലും ഒക്കെ
വിക്കറ്റിനൊരു കാരണമായി ഞാനും. ചക്രവാണി കൊടുത്തതാ എന്റെ മോക്ക് ഈ രക്ഷ. എന്റെ മോളത് മറന്നുപോയി. ഇനി ഇത് നിന്റെ ദേഹത്തുണ്ടാവണം. എന്നാലും എന്റെ മോൻ ഒറ്റയ്ക്ക് ഇവിടെ. അച്ഛമ്മേ, അച്ഛമ്മ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞങ്ങളുണ്ട് ഇവന്റെ കൂടെ. ശരി മോനെ. രാഘവേട്ടാ, ഇതാര് വിനയും കുഞ്ഞോ? എന്താ മോനെ, എന്താ പ്രത്യേകിച്ച്? വാ കയറിയിരിക്കേ, വാ. കയറുന്നില്ല. രാഘവേട്ടൻ കടയില് പോയിരിക്കുക, കുറച്ച് കൊപ്രയാട്ട്. എന്താ കുഞ്ഞ് വിശേഷിച്ച്? അല്ല, ഞങ്ങള് 3-4 പേര് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. ആ. ഭക്ഷണം വെക്കാൻ ഒരാളെ തരപ്പെടുത്തി തരാൻ രാഘവേട്ടനോടൊന്ന്. അതെന്താ കുഞ്ഞ് അങ്ങനെ? അതിനൊക്കെ ഞങ്ങളില്ലേ, അവിടേക്കുള്ളത് ഞാൻ വെച്ച് കൊടുത്തേക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ട്? ആ തറവാട്ടിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ഞങ്ങള് കഴിയണത്. മോൻ അന്യനൊന്നും അല്ലല്ലോ. മോൻ ചെല്ലേ, ഞാൻ കൊടുത്തു വിട്ടോളാം. വിനയം കുഞ്ഞെ, ആ. ഇതാരാ? ആ, ഇതെന്റെ കൂട്ടുകാരനാ ജോക്കുട്ടനാ ഞങ്ങൾ എല്ലാരും വിളിക്കുക. കുട്ടന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നണു. നിങ്ങൾ ഇത്ര ഇരുന്നാ കൊണ്ടിച്ചു പോകാം. മീൻകറി അടുപ്പത്താ, ഒന്ന് തളച്ചാ മതി. ഏയ്, ക്രിയ തീരും വരെ എനിക്ക് മീൻ പറ്റില്ല. ഓ, എനിക്ക് പറ്റും. ഞാൻ രാധേച്ചിയുടെ മീൻകറിയും കൂട്ടി 2 ഉരുള ചോറ് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. നീ ചെല്ലു വിനയ, ചെല്ല്. വേഗം വന്നേക്കണം. മോനകത്തേക്ക് കയറിയിരിക്കേ. നല്ല അരപ്പിന്റെ മണം. കുട്ടൻ കഴിക്കൂ. പിന്നെ കഴിക്കാനല്ലേ എടുക്കാൻ പറഞ്ഞത്? മീൻകറിയല്ല, മറ്റത്. മറ്റതേ. ഓഹോ, അതോ? അത് പിന്നെ ലഹരി ആരാ വേണ്ടെന്ന് വെക്കാ. എങ്കി വാ. അയ്യോ, ഇതെന്റെ സ്വന്തം വീടാണ്, കത്തിക്കണ്ട. പേര് കത്തിപ്പോയാലേ നാട്ടുകാർക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കെടി 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 കേട്ടോ. ആരെന്റെ കാലുമ്പോ തീ വെച്ച് ആ ചൂട്ടല്ലേ. നീ ഇതാർക്കാടി കാവലിരിക്കണേ? നിങ്ങൾ ഇവിടെ കൊച്ചം കിടക്കണ കണ്ടില്ലേ? ഇതാരടി? വിനയം കുഞ്ഞിന്റെ കൂട്ടാളി. ഓ, നസ്രാണി കുറുക്കൻ അല്ല, ചെറുക്കൻ. ഒരിത്തിരി മീൻകറി കൊട്ടി ചോറുണ്ടു, ഇച്ചിരി പനെ. ഓ, മനസ്സിലായി മനസ്സിലായി. എന്നാലും എന്റെ രാഘവേട്ടാ, ഈ കൊച്ചന്റെ ഒരു കാര്യമേ തള്ളയില്ലാത്ത കൊച്ചനാന്നാ തോന്നണേ. നിനക്ക് അത്രയല്ലേ തോന്നിയുള്ളൂ? പെണ്ണ് കെട്ടാ ചെറുക്കനാണ് തോന്നിയില്ല. എന്റെ രാജമ്മേ, നീ എന്നെ മൂളി പേടിപ്പിക്കണ്ട. വീട്ടിലൊരു പെണ്ണ് വളർന്ന് വലുതായി വരുന്നുണ്ട്. ഓ, പിന്നെ ആ വിചാരമുള്ള ഒരാള്. എന്നാ അതങ്ങോട്ട് പോട്ടെ. ഞാനിപ്പോ എവിടെ കിടക്കും? നിങ്ങൾ പോയി അകത്ത് കിടക്ക്. ഞാനകത്താ. ദൈവമേ, ഞാനിന്നകത്താണേ. ഇന്ന് നീലക്കുറിഞ്ഞി പൂക്കും. നേരത്രയായോ? ഇവരൊക്കെ ഉറങ്ങിയും തോന്നുന്നു.
എന്താ ഇത്? ടീച്ചർ എന്താ ഇവിടെ? നന്നായി, ഇത് എന്റെ വീടാ. ടീച്ചറെ, ഇത്തിരി വെള്ളം. ഓ, വാ വാ. ടീച്ചർക്ക് ചിരി, ബാക്കിയുള്ള ജീവനും കൊണ്ടാ ഓടിയത്. ഈ മുരട്ട് കാളകൾക്കൊക്കെ ജോക്കുട്ടിനെ വലിയ ഇഷ്ടമാണല്ലോ. അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞത്? കോളേജിലും ജോക്കുട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുരട്ട് കാള ഉണ്ടല്ലോ. ടീച്ചർ മാഷിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. സ്നേഹവും സ്വാതന്ത്ര്യമൊക്കെ കിട്ടാതെ വരുമ്പോ ചില മനുഷ്യർ അങ്ങനെയാ ടീച്ചറെ, എല്ലാവരെയും വെറുപ്പോടെ കാണും. ഒരർത്ഥത്തിൽ ഈ ഞാനും അങ്ങനെ ആവേണ്ടതാ. ആയില്ല. എന്താ? സ്നേഹം വേണമെന്ന് വിചാരിച്ച ജോക്കൂട്ടൻ അത് പിടിച്ചു വാങ്ങും, കെഞ്ചി കാല് വീണിട്ടായാലും. അല്ല ടീച്ചറെ, ടീച്ചർക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അന്ന് മാഷിനെ രക്ഷിച്ചതിന്. ഓ, അതോ? അതേക്കുറിച്ച് പറയാൻ ജോക്കൂട്ടനെ കാണാൻ ആഗ്രഹിച്ചിരിക്കായിരുന്നു. ആഹാ, അപ്പൊ ടീച്ചർ ആഗ്രഹിച്ചുകൊണ്ടാണല്ലേ ആ കാളേന്റെ പുറകെ വന്നത്. ദേ, കണ്ടോ ടീച്ചറിന്റെ മുഖത്തെ പവർ ലൈറ്റ് വീണ്ടും അണഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിനോട് പറയാം സംഭവിച്ചതൊക്കെ. ഏയ്, അത് വേണ്ട, അതങ്ങനെ തന്നെ കിടക്കട്ടെ. എനിക്ക് ടീച്ചറും മാഷും ഒരുപോലെ. രണ്ടുപേരും ഒരിടത്തും തോൽക്കരുത്, എന്നാ പരസ്പരം ജയിക്കാനും ശ്രമിക്കരുത്. അല്ല ടീച്ചറെ, ടീച്ചറോട് ഒറ്റയ്ക്ക? അല്ല, ചെറിയച്ഛനുണ്ട്, ഉറങ്ങ. ഓ, എങ്കിൽ വിളിക്കണ്ട, ഞാൻ പോവാ. ഇനി 8 ദിവസം ഞാൻ കൊട്ടാരം വീട്ടിലുണ്ട്. ഇനി കാള എനിക്ക് പെൻഡുലം കെട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ വരും.